ഫുക്രിയിലേക്ക് സ്വാഗതം. വൈഭവ് സൂര്യവംശി അവസാനിക്കുന്നേ ഇല്ല. വൈഭവ് സൂര്യവംശി എന്ന തലക്കെട്ട്. വൈഭവ് എന്നു മുതൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ മിക്കവാറുമൊക്കെ നല്ല തലക്കെട്ടായി പത്രങ്ങൾക്കും ടെലിവിഷനുകൾക്കൊക്കെ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും ഒരു വൈഭവ് സൂര്യവംശി സർപ്രൈസ് അല്ലെങ്കിൽ അത്ഭുതം ഒക്കെ വരുന്നു. അതായത് വിസ്ഡൻ ക്രിക്കറ്റ് മാസികയുടെ കവറിൽ ചിത്രമായി വൈഭവ് സൂര്യവംശി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വൈഭവ് രാജസ്ഥാൻ റോയൽസിൻ്റെ ജേഴ്സിയിൽ നിന്ന് കളിക്കുന്ന ചിത്രമാണ് വിസ്ഡൻ ക്രിക്കറ്റ് മാസികയുടെ കവറായിരിക്കുന്നത്. ദി ബോയ് ഹൂ ബ്രോക്ക് ക്രിക്കറ്റ് എന്ന വിശേഷണത്തോടെയാണ് മാസികയുടെ കവർ. ആ മാസികയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് വൈഭവ് എന്ന പയ്യൻ എങ്ങനെയാണ് ക്രിക്കറ്റിനെ മാറ്റിമറിക്കുന്നതെന്നും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെയുള്ള ഫീച്ചറുകൾ ഉൾപേജിലുണ്ട്. വിസ്ഡൻ ക്രിക്കറ്റ് മാസികയുടെ ഉൾപേജിലുണ്ട്. എന്തായാലും ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിലുള്ള 2020 ടീമിൽ ഉൾപ്പെട്ട വൈഭവിനെ ഇന്ത്യൻ ജേഴ്സി സമ്മാനിച്ച ദിവസമാണ്. അതുകൂടി ഓർക്കണം. ഇന്ത്യൻ ജേഴ്സി അദ്ദേഹത്തിന് ആദ്യമായിട്ട് 15 വയസ്സുകാരനായ വൈഭവിന് ആദ്യമായിട്ട് ഇന്ത്യൻ ജേഴ്സി കിട്ടിയ ദിവസം തന്നെയാണ് വിസ്ഡൻ ക്രിക്കറ്റ് മാസികയുടെ കവറായ കാര്യവും വാർത്തയൊക്കെ പുറത്തു വരുന്നത്. അദ്ദേഹം ഇന്ത്യൻ ടീമിന് ഒപ്പമുള്ള അയർലൻഡിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ നിന്നുള്ള വൈഭവിൻ്റെ സെൽഫിയും വൈറലായിരുന്നു. ഈ വിമാനത്തിൽ വെച്ചിട്ട് അയർലൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ സീനിയർ ടീമിൽ അദ്ദേഹം അംഗമാണ് വൈഭവ്. അയർലൻഡിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെൽഫിയും വലിയ വൈറലായിരുന്നു. അദ്ദേഹത്തിന് എന്തായാലും നല്ല കാലമാണ്, മൊത്തത്തിൽ സന്തോഷമുള്ള കാലമാണ്. വിസ്ഡൻ ക്രിക്കറ്റ് മാസികയുടെ കവറൊക്കെ ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. എന്തായാലും വൈഭവ് അടിച്ച് തകർത്തുകൊണ്ടേയിരിക്കുക. ഒരു സംശയം വേണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ശ്രീലങ്കയിൽ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിക്കൊടുത്തത് വൈഭവിൻ്റെ തകർപ്പനടിയായിരുന്നു. ഫൈനലിൽ 29 പന്തിൽ നിന്നാണ് 94 റൺ അടിച്ചത്. വെറും 11 പന്തിൽ അർദ്ധ സെഞ്ചുറി. അതൊരു റെക്കോർഡാണ്. 11 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയത്. 10 4ഉം 8 6ഉമാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ അയർലൻഡാണ് വൈഭവ് സൂര്യവംശിയെ സഹിക്കേണ്ടി വരിക. എന്തായാലും വൈഭവ് അയർലൻഡിനെതിരെയും അടിച്ചു തകർക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.